മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് കൃഷി എന്ന് പറഞ്ഞാൽ ചാക്കിൽ ഏത്തവാഴ നടുക. ചാക്കിൽ ഏത്തവാഴ നട്ട് വളരെ പെട്ടെന്ന് കുല വെട്ടാൻ അത് പാകപ്പെടുത്തിയെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കാലങ്ങളായി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പലരും എന്നോട് ആവശ്യപ്പെടുന്നതാണ്. മറ്റുള്ള പല കൃഷികളും കാച്ചിൽ, ചേന, ചീനി ഇതെല്ലാം നമ്മൾ ചാക്കിൽ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ ഏത്തവാഴ നമുക്ക് ചാക്കിൽ കൃഷി ചെയ്ത് കൊല വെട്ടിയെടുക്കാൻ കഴിയുമോ ഇല്ലെന്ന്. അപ്പോൾ ചാക്കിൽ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ചാക്കിലും ഗ്രോ ബാഗിലും കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പരിചരണം വളരെ കുറച്ച് മതി. അതായത് കാട് എടുക്കേണ്ട അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി. നല്ലൊരു ചാക്കിനകത്ത് ഒരു വാഴവിത്ത് മേടിച്ച് അത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ വളരെ വിജയമായിരുന്നു. അപ്പം അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്നോ രണ്ടോ ദോഷൈതൃക്കുകൾ, ചില മോശമായ കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ആ ദോഷൈതൃക്കളോട് ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ട ദോഷൈതൃക്കളെ, നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ വിഷം അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ദയവായി അയക്കാതിരിക്കുക. സ്വയം നശിക്കാൻ വേണ്ടി നിങ്ങൾ സന്നദ്ധരാകുക. ഇതല്ലേ പറയാനൊക്കെയുള്ളൂ. അപ്പോൾ അത് പോട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കിയ ഒരു ചാക്കിൽ നട്ട ഒരു ഏത്തവാഴയാണ്. ഇത് തയ്യാറായി കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീട്ടിലേക്ക് പോകാം. ചാക്കിൽ ഏത്തവാഴ നടാൻ വേണ്ടി സാമാന്യം നല്ല ഒരു ചാക്ക്, അരിച്ചാക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലൊരു ചാക്ക്, വിസ്താരമുള്ള ഒരു ചാക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചാക്കിനകത്ത് ആദ്യം നമ്മൾ കുറച്ച് മണ്ണ് ഇടണം. ഞാൻ മണ്ണ് എടുത്തുകൊണ്ട് വരികയാണ്. കുറച്ച് മണ്ണ് ആദ്യമായിട്ട് നമ്മളിടണം. മണ്ണെന്ന് പറയുമ്പോൾ ഇതേപോലെയുള്ള സിമെൻറ്റ് കോരുന്ന ചട്ടിക്ക് 2 ചട്ടി മണ്ണാണ് നമ്മൾ ഇട്ടത്. ഇനിയും നമ്മൾ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് കരിയില ഇതിലോട്ട് ഇറക്കി വെക്കുകയാണ്. കുറച്ച് കല്ല്, ചാക്ക് മടക്കിയൊന്നും ചെയ്യരുത്, കുറച്ച് കല്ല് ഇറക്കി വിട്ടു. ഇനി ഇതിനകത്ത് നടാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയത് ഗ്രോ ബാഗിനകത്ത് ദാണ്ട് ഇതേപോലെ കിളിച്ച വാഴയാണ്. 1 മാസത്തിന് മുമ്പ് നമ്മൾ വിത്ത് പാകി കിളിച്ച വാഴയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്തും നമുക്ക് ഈ വാഴ 2 രീതിയിൽ പിഴുതെടുക്കാം. അതല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് ഗ്രോ ബാഗ് കീറി നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ പിഴുതങ്ങ് എടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ പറ്റും. ഇവിടെ ഒന്ന് ചവിട്ടിക്കൊണ്ടിങ്ങനെ അങ്ങ് പൊക്കിയാൽ മതി. ആ വാഴ നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ്. മധ്യഭാഗത്തായിട്ട് നമ്മൾ ഇറക്കി വെച്ചു. ഇനി മണ്ണിട്ട് കൊടുക്കണം. നമ്മൾ മണ്ണിട്ടു. ഇനിയും ചെയ്യുന്നത് കുറച്ച് വളം നമുക്കിട്ട് കൊടുക്കണം. ഇത് ചാരം അഥവാ വെണ്ണീറാണ്. പിന്നെ നമ്മളിടുന്ന വേപ്പിൻ പിണ്ണാക്കാണ്, എല്ലുപൊടിയാണ്. എല്ലുപൊടി നമ്മൾ വാഴയ്ക്ക് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു വളമാണ്. 2 കൈ എല്ലുപൊടിയാണ് നമ്മൾ ഒരു വാഴയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് ഇത് വേപ്പിൻ പിണ്ണാക്ക്.
വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഏത്തവാഴയ്ക്ക് പലവിധ രോഗങ്ങൾ, പ്രത്യേകിച്ച് കീടബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിണ്ടിപ്പുഴു, മാടപ്പുഴു, ഇതൊക്കെ വരാതിരിക്കാനാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ചുവട് ഒന്ന് നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി കുറച്ച് മണ്ണ്, ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. വളത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ചാക്ക് മടക്കരുത്, ഒരു കാരണവശാലും ചാക്ക് മടക്കരുത്. മണ്ണിട്ട് കൊടുത്ത് ഇനി കുറച്ച് കരിയിലും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ചാക്കിനകത്ത് നമ്മൾ വാഴ നട്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു തവണ നമ്മുടെ സൗകര്യപ്രദമായ രീതിയിൽ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന ആഴ്ച തോറും ലായനി വളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലായനി വളം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ തയ്യാറാക്കാവുന്ന ലായനി വളമുണ്ട്. അത് ചീമക്കൊന്നിടലയും വേപ്പിൻ്റെ പിണ്ണാക്കും കടലപ്പിണ്ണാക്കോടും ഇട്ട് ലയിപ്പിച്ച് ആ ലായനി വളം ഒഴിച്ചു കൊടുക്കും ആഴ്ചയിലൊരു ദിവസം. പിന്നെ മറ്റൊരു ദിവസം എല്ലുപൊടിയും നമ്മുടെ വെണ്ണീർ ചാരവും കൂടെ കഞ്ഞിവെള്ളത്തിൽ ലയിപ്പിച്ച് അതിൻ്റെ ലായനി ഒഴിച്ചു കൊടുക്കും. അത് ഒന്നിടവിട്ട, അതായത് ഒരാഴ്ചയിൽ ആദ്യം പറഞ്ഞതാണെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിൽ രണ്ടാമത് പറഞ്ഞത്, അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ, ഇപ്പോൾ ഇത് കുംഭമാസമാണ്, തീർച്ചയായിട്ടും ചിങ്ങമാസത്തിന് മുമ്പായിട്ട് നല്ലൊരു കൊല ഇതിൽ നിന്നും നമുക്ക് വെട്ടാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും വളപ്രയോഗ രീതികളും ഓരോ മാസവും ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പം ഇത്തരത്തിൽ ഒരാൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ, കൃഷിയാണ് അറിവുകൾ, കൃഷി കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമെങ്കിൽ, ഈ അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലൊക്കെ എത്തിക്കാൻ താല്പര്യമെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളിതുവരെ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.